സാധാരണ സ്വർണത്തെ കാണുന്നത് ആഭരണങ്ങളായിട്ടാണ് അല്ലേ? എന്നാൽ വെറും ഒരു ആഭരണം മാത്രമല്ല സ്വർണം. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും ശക്തിയുടെയും അടിത്തറയായി സ്വർണത്തെ കണക്കാക്കുന്നു. ക്രിപ്റ്റോ കറൻസിയുടെയും ഡിജിറ്റൽ ലോകത്തിന്റെയും ഈ കാലത്തും സുരക്ഷിതത്വത്തിന്റെയും സ്ഥിരതയുടെയും പ്രതീകമായി സ്വർണം അതിന്റെ സ്ഥാനം നിലനിർത്തുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരിച്ചു വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് നമുക്ക് നോക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ സ്വർണം ഉപയോഗിച്ചിരുന്നു. ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, സിന്ധു നദീതട സംസ്കാരങ്ങളിലൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നതായി തെളിവുണ്ട്. അന്നും ഇന്നും സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമാണ് സ്വർണം. ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കാണുന്ന, കൃത്രിമമായി നിർമ്മിക്കാൻ ഏറെക്കുറെ സാധ്യമല്ലാത്ത ഒരു ലോഹമാണിത്. തുരുമ്പെടുക്കുകയോ നശിക്കുകയോ ചെയ്യാത്തതിനാലാണ് സ്വർണത്തിന് ഈ മൂല്യം എപ്പോഴും നിലനിൽക്കുന്നത്. ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ സ്വർണ്ണ ശേഖരത്തിന് വലിയ പങ്കുണ്ട്. രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം നിയന്ത്രിക്കുന്നതിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാനും ഈ സ്വർണ്ണ ശേഖരം സഹായിക്കും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും സ്വർണത്തിന് വലിയ ഡിമാൻഡാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്. 8133.46 മെട്രിക് ടൺ സ്വർണമാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. സ്വന്തം കറൻസിയുടെ മൂല്യം സ്ഥിരപ്പെടുത്താനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും 1934 അവർ ഗോൾഡ് റിസർവ് ആക്ട് നടപ്പിലാക്കിയിരുന്നു. രണ്ടാം സ്ഥാനത്ത് ജർമ്മനിയാണ്. 3350.25 മെട്രിക് ടൺ സ്വർണം അവരുടെ കൈവശമുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഇറ്റലിയാണ്. 2451.84 മെട്രിക് ടൺ സ്വർണവുമായി ഇറ്റലി അവരുടെ സ്ഥാനം നിലനിർത്തുന്നു. നാലാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്. 2437 മെട്രിക് ടൺ സ്വർണം ഫ്രാൻസിന്റെ ശേഖരത്തിലുണ്ട്. ഏഷ്യൻ ശക്തികളായ ചൈന അഞ്ചാം സ്ഥാനത്താണ്. 2298.53 മെട്രിക് ടൺ സ്വർണമാണ് ചൈനയുടെ കൈവശമുള്ളത്. ആറാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ് ആണ്. 2024 കണക്കുകൾ അനുസരിച്ച് 1040 മെട്രിക് ടൺ സ്വർണം സ്വിറ്റ്സർലാൻഡിന്റെ പക്കലുണ്ട്. ഈ പട്ടികയിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ഏഴാം സ്ഥാനത്താണ്. 2025 രണ്ടാം പാദം വരെയുള്ള റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം 879.98 മെട്രിക് ടൺ സ്വർണമാണ് ഇന്ത്യയുടെ ശേഖരത്തിലുള്ളത്. ഡോളറിനെയും മറ്റ് വിദേശ കറൻസികളെയും മാത്രം ആശ്രയിക്കാതെ സ്വർണം ശേഖരിക്കുന്നതിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. 2024 ജനുവരി മുതൽ ഒക്ടോബർ വരെ 77 ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത്. ഇത് മറ്റ് പല രാജ്യങ്ങളെക്കാളും കൂടുതലാണ്. എട്ടാം സ്ഥാനത്ത് ജപ്പാനാണ്. 845.97 മെട്രിക് ടൺ സ്വർണം ജപ്പാന്റെ കൈവശമുണ്ട്. മുൻപ് ജപ്പാൻ ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്നെങ്കിലും റിസർവ് ബാങ്കിന്റെ വർദ്ധിച്ച സ്വർണ്ണ ശേഖരം കാരണം കഴിഞ്ഞ വർഷം ജപ്പാൻ എട്ടാം സ്ഥാനത്തേക്ക് മാറി. ഈ 8 രാജ്യങ്ങൾക്ക് പുറമെ നെതർലാൻഡ്, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾക്കും ഗണ്യമായ സ്വർണ്ണ ശേഖരമുണ്ട്. എന്നാൽ ലോകത്ത് 1 ഗ്രാം സ്വർണം പോലും ശേഖരത്തിൽ ഇല്ലാത്ത രാജ്യങ്ങളുമുണ്ട്. അർമേനിയ, ക്രൊയേഷ്യ, നോർവേ, കാനഡ എന്നിവ ഈ കൂട്ടത്തിൽ പെടും.